നമ്മുടെ നാട്ടിലും പരിസരത്തുമുള്ള മുസ്ലിം ചെറുപ്പക്കാർ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, ഈ വഅദിന്റെ മജ്‌ലിസിൽ വന്ന സഹോദരീ സഹോദരന്മാർ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കണമെന്ന് ഞാൻ വസിയ്യത്ത് പറയുകയാണ്. എന്റെ നഫ്സിനോടും കേൾക്കുന്ന നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യന് 15 വലിയ ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ എഴുതി വെച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ലീഖുൽ ഐഷ്, ജീവിതത്തിൽ വലിയ ഞെരുക്കം അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. സാമ്പത്തികമായ വലിയ പ്രയാസം അല്ലാഹു അവർക്ക് കൊടുക്കുന്നതാണ്. ഉപജീവന മാർഗങ്ങളിൽ വലിയ പ്രയാസം നേരിടുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ലോണം ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു നമ്മളെ ജീവിത മാർഗങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കി അല്ലാഹു ബർക്കത്തുള്ള ജീവിതം തരട്ടെ. രണ്ടാമത്തെ ശിക്ഷ, ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മോശപ്പെട്ട അവസ്ഥ അയാളുടെ ശരീരത്തിലും ആ സക്കറാത്തുൽ മൗത്തിന്റെ വേളയിലും പ്രകടമാകുന്നതാണ്. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഉമ്മമാരെ, രണ്ടാമത്തെ സിറാത്തിങ്കലിലുള്ള നിസ്കാരമെന്ന ആ വലിയ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ രണ്ടാമത്തെ കടമ്പയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയണം. അതിനൊരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു ന്യൂനതയും സംഭവിക്കാതെ നിസ്കാരം മുറ പോലെ നിർവഹിക്കണമെന്ന ഒരു ഉപദേശമാണ് ഈ മജ്‌ലിസിൽ നിന്ന് ജിലാനി തങ്ങൾ പറഞ്ഞ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നിസ്കാരം മുറ പോലെ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.